ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ കുട്ടി ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചെന്നല്ല, പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ എൻ്റെ സ്വപ്നത്തിലൊക്കെ വന്നു പോയൊരു കാര്യം ലൈഫിൽ സംഭവിച്ചതാണ്. അതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, ഇത് എൻ്റെ ലൈഫിലേക്ക് വരുമെന്നൊന്നും പ്രതീക്ഷിച്ചതല്ല. പെട്ടെന്ന് വന്നതാണ്. ഒരു 9 വർഷം മുമ്പ് ഞാൻ പാട്ടുപാടുത്തമൊക്കെ നിർത്തിയതാണ്. ആ സമയത്തൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ പാടുന്നതൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷേ പിന്നെ അതൊക്കെ അങ്ങ് വിട്ടു. പക്ഷേ ഇപ്പോൾ എൻ്റെ ലൈഫിലേക്ക് അത് ഞാൻ പോലും അറിയാതെ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നതാണ്. അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് നല്ല മഴയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ലിറിക്സൊക്കെ എഴുതി വെച്ചു, കാരണം സ്റ്റേജിലിരിക്കുമ്പോൾ എങ്ങാനും വിട്ടുപോയാൽ പെട്ടെന്ന് നോക്കാനൊക്കെ ആയിട്ട്. അപ്പോഴത്തേക്ക് ഇല്ലൂട്ടൻ എണീറ്റ്. ഞാൻ പകുതി എഴുതിയപ്പോഴത്തേക്ക് അവൾ എണീറ്റു. പിന്നെ അവളെ ഒന്ന് ഓക്കെ ആക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എണീറ്റ് ഉടനെ അവളെ എടുത്തുകൊണ്ട് പോകുന്ന അവൾക്ക് ഇഷ്ടമല്ല. അവിടെ കൂടി ഇരുന്ന് കുറച്ച് നേരം കളിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നാലൊക്കെ അവളൊന്ന് സെറ്റായി വരത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ ദിവസം മൊത്തം അവൾ മൂശാട്ടം. അവളെ എടുത്തുകൊണ്ടിങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ദിവസം മൊത്തം മൂശാട്ടമായിരിക്കും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം അങ്ങ് പോവും. പിന്നെ ഞാൻ ആ ഇല്ലൂട്ടനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ബെഡെല്ലാം നേരെയൊക്കെയാണ്. ഞങ്ങൾ തറയിലാണ് കിടക്കുന്നത്. അപ്പോൾ ആക്കിയെല്ലാം വിരിച്ച് മുകളിലോട്ടിട്ടു. അതിനുശേഷം ഞാൻ മാത്രം അമ്പലത്തിൽ പോകാമെന്ന് വെച്ചു. നല്ലൊരു ദിവസമല്ലേ, അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകാമെന്നൊക്കെ വെച്ചിട്ട് കുറേ നാൾക്ക് ശേഷം അമ്പലത്തിൽ പോകുന്നു. ഇല്ലു അതിന് ശേഷം അങ്ങനെ അമ്പലത്തിൽ പോയൊക്കെ കണക്കാണ്. പിന്നെ പെട്ടെന്ന് റെഡിയായി പോയിട്ട് വരേണ്ടതുകൊണ്ട് തന്നെ ഞാനൊരു പൊട്ട് ഇട്ടു, കൺമഷി എഴുതി, ഒരു ലിബാം ഇട്ടു. മുടി എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളത് നനങ്ങി പണ്ടാരം എങ്ങനെ കെട്ടി വെക്കുന്നതാണ്. അതുകൊണ്ട് എവിടുന്നേലും എന്തൊക്കെയോ കിട്ടിയത് വെച്ച് ക്ലിപ്പ് ചെയ്ത് ഞാനങ്ങ് റെഡിയായി ഇറങ്ങിയത് കേട്ടോ. എനിക്കിഷ്ടമല്ല ഇങ്ങനെ മുടി നനച്ചിട്ട് എവിടെയെങ്കിലും പോകുന്ന പോലും ദേഷ്യം എനിക്ക് വേറെ ഇല്ല. അത് കഴിഞ്ഞ് നേരെ ഞാനും അനിയനും കൂടാണ് ഇറങ്ങിയത്. പിന്നെ നമുക്ക് എൻ്റെ പാട്ട് ടീച്ചർ അതുവിൻ്റെ അമ്മയുടെ അടുത്തും കയറണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയി. നല്ല ചാറ്റൽമഴ ഉണ്ടായിരുന്നു. ഞങ്ങളത് കാര്യമൊക്കെ അത് പോയി പെട്ടെന്ന് വരണമല്ലോ. അങ്ങനെ പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. നല്ലപോലെ എല്ലാം കണ്ട് തൊഴുത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അതുവിൻ്റെ അടുത്തോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവൾ കോഴിക്കോട്ട് നിന്ന് വന്ന് പ്രോഗ്രാമിന് വേണ്ടി വന്നേ. അവൾ നല്ല ഉറക്കമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുടുംബക്ഷേത്രത്തിലും പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇല്ല് കുളിക്കാനൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ കഴിക്കാൻ എടുത്തപ്പോഴത്തേക്ക് എൻ്റെ കൂടെ വന്നു. പിന്നെ അവളെയും കൊണ്ട് ഞാൻ കുളിപ്പിക്കാൻ പോവാണ്. കുളിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം അവൾ കിടന്ന് ഉറങ്ങും. ചില ദിവസങ്ങളിൽ ഉറങ്ങൂല. അങ്ങനെ അവളെ കിടത്തി ഉറക്കിയതിന് ശേഷം ഞാനാണെങ്കിൽ നമ്മുടെ ലിറിക്സിൻ്റെ ബാക്കി ഒക്കെ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ടിരുന്ന് എഴുതി. പിന്നെ ഞാൻ ചോറൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും എടുക്കാൻ പറ്റില്ല. ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് വൈകുന്നേരം ഞാൻ പിന്നെ നമുക്ക് പോകാൻ റെഡി ആവുന്ന സമയത്തേക്ക് അവൾക്ക് ഞാൻ കുറുക്കൊക്കെ വയറ് നിറച്ച് കൊടുത്തു. പിന്നെ ഞാൻ ഈ ഡ്രസ്സാണ് ഇട്ടത്. അപ്പം ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗുരുമന്ദിരത്തിലേക്ക് വന്നതാണ്. അവിടെയാണ് പ്രോഗ്രാം. അപ്പം നമ്മൾ ദീപാരാധന ടൈമിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, തുടങ്ങിയില്ലായിരുന്നു. പിന്നെ ഇല്ലു ഭയങ്കര ലൈറ്റൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ്. പിന്നെ പാട്ടിൻ്റെ കുറച്ച് പോർഷൻ മാത്രമേ ഞാൻ ഇടത്തുള്ളൂ, കാരണം വലിയ സംഭവങ്ങളൊന്നുമില്ല. ഞാൻ ഒരു പണ്ടെങ്ങാണ്ട് പഠിച്ച് നിർത്തിയതാണ്. ഇപ്പോൾ ഒരാഴ്ച കൊണ്ടുള്ള പ്രാക്ടീസുകൾ. ഇത് നമ്മുടെ ടീച്ചറിന് ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുത്ത് തുടങ്ങുകയാണ് കേട്ടോ.
അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നമ്മുടെ ഗുരുമന്ദിരത്തിൻ്റെ വകയായിട്ട് ഒരു ആദരവൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശൈലനന്ദിനി ഗ്രൂപ്പിൻ്റെ തിരുവാതിരയായിരുന്നു. എൻ്റെ അപ്പച്ചിയൊക്കെ അതിനകത്തൊരു മെമ്പറാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഈ പിന്നൽ തിരുവാതിര എന്ന് പറഞ്ഞ സംഭവം കാണുന്നത്. എനിക്ക് ഫുൾ എടുക്കാൻ പറ്റിയില്ല. ഇതിങ്ങനെ കറങ്ങി കറങ്ങി അവർ പിന്നും അത് അഴിക്കും. ഒരെണ്ണം തെറ്റിപ്പോയ മൊത്തം പാളി. നല്ല രസമായിരുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കണം. അപ്പം എന്നെ ഫുൾ വീഡിയോ എടുക്കാനൊന്നും ഈ കുരുപ്പ് സമ്മതിച്ചില്ല. ഡ്രസ്സൊക്കെ ഒരു ഭയങ്കര ബഹളമായിരുന്നു. നമുക്ക് ചൂടെടുത്തിട്ടൊക്കെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.